അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം അദ്ദാദ് റാത്തിബിൻ്റെ മഹത്വത്തെക്കുറിച്ചിട്ടാണ്. നമ്മുടെ നാടുകളിൽ പള്ളികളിലും വീടുകളിലുമായി നല്ലൊരു വിഭാഗം മുസ്ലിങ്ങൾ ഏറെ പുണ്യകരമെന്ന് വിചാരിച്ച് നിർവഹിക്കുന്ന ഒരു കർമ്മമാണ് അദ്ദാദ് റാത്തിബ്. തീർച്ചയായും അത് ഏറ്റവും ഒരു പുണ്യമുള്ള ഒരു കർമ്മമാണ് അദ്ദാദ്. ഇശാ നമസ്കാരത്തിന് മുമ്പോ ശേഷമോ ആയിട്ടാണ് ഇത് നിർവഹിക്കുന്നത്. ഇത് വളരെ പുണ്യകരവും പ്രതിഫലാർഹമായ കർമ്മമാണെന്ന് വിചാരത്തിലാണ് എല്ലാവരും ഇത് ഓതാറുള്ളത്. എന്താണ് റാത്തീബ്? റാത്തീബ് ഹിജ്റ 11-ാം നൂറ്റാണ്ടിൽ യമനിലെ ഹളർമൗത്തിൽ ജീവിച്ച സൂഫി ഗുരു സയ്യിദ് അബ്ദുല്ലാഹിബ്നു ഹലവി അൽ ഹദ്ദാദ് ഹിജ്റ 1071 ക്രോഡീകരിച്ചതാണ് അദ്ദാദ് റാത്തീബ്. തുടർന്ന് സൂഫികൾ, പ്രത്യേകിച്ചും അളറമി സയ്യിദുൽ യാത്ര ചെയ്ത മുഴുവൻ ഇടങ്ങളിലും ഈ റാത്തീബ് പ്രകാരം നേടുകയുമുണ്ടായി. സൂഫി ചായ്വുള്ള പിൽക്കാല മുസ്ലിങ്ങളുടെ ദിനചര്യയിൽ ഇശാ നമസ്കാരത്തിന് ശേഷം ഒഴിച്ച് കൂടാനാവാത്ത കർമ്മമായി അത് മാറുകയും ചെയ്തു. യമനിൽ നിന്നും എത്തിയ ഹലവിയ സൂഫികൾ മുഖേനയാണ് അദ്ദാദ് റാത്തീബ് കേരളത്തിൽ പ്രചരിച്ചത്. അദ്ദാദ് റാത്തീബിനെ കുറിച്ച് കേരളത്തിലെ അതിൻ്റെ പ്രചാരണകർത്ത തന്നെ എഴുതുന്നത് കാണുക. ഭാഷാർത്ഥം പ്രകാരം റാത്തീബ് എന്നാൽ അള്ളാഹുവിൻ്റെ സംതൃപ്തി നേടിയെടുക്കാൻ വേണ്ടി ലക്ഷ്യസമേതം നിർവഹിക്കപ്പെടുന്ന കർമ്മമെന്നും, സാങ്കേതികാർത്ഥത്തിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയുണ്ടായി തീരാനും, അറിവുകൾ മഹരിഫത്തും ലഭിക്കാനും, പാരത്രികമായ വിജയം വർദ്ധിപ്പിക്കുവാനും, പാപങ്ങളിൽ നിന്നും നാശങ്ങളിൽ നിന്നുമൊക്കെ അഭയം തേടുവാനും, നന്മകൾ ചോദിക്കുവാനും ഒക്കെയായി ക്രോഡീകരിക്കപ്പെട്ട ദിക്ർ ദുആകളുടെ സമാഹരണത്തിനാണ് റാത്തീബ് എന്ന് പറയുന്നത്. അദ്ദാദ് റാത്തീബ് പരിഭാഷയും പ്രഖ്യാപനവും അബ്ദുൽ സമദ് ഫൈസി, പേജ് 31. അദ്ദാദ് ചൊല്ലേണ്ട വിധം, സമയം, ചൊല്ലിയാൽ ലഭിക്കുന്ന നേട്ടങ്ങൾ എന്നിവയും അവർ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിലെ 5 ആയത്തുകൾക്ക് ശേഷം വഇലാഹുക്കും വഇലാഹും വാഹിദും എന്ന ആയത്തുൽ കുർസി, ലില്ലാഹി മാ ഫിസ് സമാവാതി എന്ന് തുടങ്ങുന്ന ആയത്ത്, ആമന റസൂൽ എന്ന് തുടങ്ങുന്ന എന്നിവ ചൊല്ലിക്കൊടുക്കുന്ന ആൾ ഉച്ചത്തിലും മറ്റുള്ളവർ ശബ്ദം താഴ്ത്തിയും ചൊല്ലുക. പിന്നീട് എല്ലാവരും ഒരുമിച്ചോ അല്ലെങ്കിൽ ചൊല്ലിക്കൊടുക്കുന്ന ആൾക്ക് പുറകെയോ ഖുർആൻ സൂക്തങ്ങൾ ഓരോ പ്രാവശ്യവും 15-ാമത്തെ ദിക്ർ 7 പ്രാവശ്യവും, 20-ാം ദിക്ർ 4 തവണയും, 21-ാമത്തെ തഹ്ലീൽ ബാക്കിയുള്ളവ 3 തവണയും എന്നിങ്ങനെയാണ് അദ്ദാദിൻ്റെ നിശ്ചിത കണക്ക്. 21-ാമത്തെ ദിക്ർ 50 100 1000 തവണ ചൊല്ലണമെന്ന് മഹാനായ സയ്യിദ് അൽ ഹബീബ് അബ്ദുല്ലാഹി അദ്ദാദ് പറഞ്ഞിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. റാത്തീബ് പരിഭാഷയും പ്രഖ്യാപനവും അബ്ദുൽ സമദ് ഫൈസി, പേജ് 37 കാണാം. റമദാൻ അല്ലാത്ത കാലങ്ങളിൽ ഇശാ നമസ്കാരം നിർവഹിച്ച ശേഷവും റമദാൻ മാസത്തിൽ ഇശാ നമസ്കാരത്തിന് മുമ്പുമാണ് അദ്ദാദ് റാത്തീബ് ചൊല്ലേണ്ടത്. എല്ലാവരും കൂട്ടമായിരുന്ന് അല്പം ഉച്ചത്തിൽ തന്നെയാണ് ഇത് ഉരുവിടേണ്ടത്. അദ്ദാദ് റാത്തീബ് പരിഭാഷയും പ്രഖ്യാപനവും അബ്ദുൽ സമദ് ഫൈസി, പേജ് 36 കാണാം. അദ്ദാദിൻ്റെ മഹത്വമായി അതിൻ്റെ വക്താക്കൾ രേഖപ്പെടുത്തുന്ന കാര്യങ്ങളിൽ ഇങ്ങനെ ഗ്രഹിക്കാം. ഇത് ചൊല്ലുന്നവരുടെ ഈമാൻ വർദ്ധിക്കുന്നതാണ്. ഹുസ്നുൽ ഖാത്തിമത്ത്, മരണസമയം ഷഹാദത്ത് ഉച്ചരിക്കാനുള്ള സൗഭാഗ്യം കിട്ടും. ഈമാനിക ശോഭയോടെ മരിക്കുക എന്നതുമാണ് പ്രധാനമായി ലഭിക്കുന്ന മറ്റൊരു നേട്ടം. അദ്ദാദ് പതിവാക്കുന്ന വ്യക്തിക്കും സ്ഥിരമായി പാരായണം ചെയ്യുന്ന വീടിനും ഐശ്വര്യവും ബർക്കത്തും റഹ്മത്തും വർദ്ധിക്കും. ആപത്തുകളിൽ നിന്നും, ഇഴജന്തുക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ആക്രമണത്തിൽ നിന്നും, വിഷത്തിൽ നിന്നും, തീമൂലവും മറ്റുമുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും രക്ഷ ലഭിക്കും. പകർച്ചവ്യാധികളിൽ നിന്നും മാറാരോഗങ്ങളിൽ നിന്നും സംരക്ഷണം കിട്ടും. സിഹ്ർ, അസൂയ എന്നിവയിൽ നിന്ന് കാവലാവാനും, കുടുംബങ്ങളിൽ ഈമാനിക ബോധം നിലനിൽക്കാനും, മക്കളും ഭാര്യമാരും സ്വാലിഹീങ്ങളാകാനും ഒക്കെ അദ്ദാദ് പാരായണം കൊണ്ട് സാധ്യമാകും. ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നേടാനും കടങ്ങളിൽ നിന്ന് സലാമത്താകാനുമുള്ള വഴികൾ അള്ളാഹു എളുപ്പമാക്കി തരും. മുസ്ലിം ലോകത്തിനും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും വളരെയധികം ആവശ്യമായി വരുന്ന ഒരു പ്രാർത്ഥനാ സമാഹാരം കൂടിയാണ് റാത്തീബ്. ജീവിച്ചിരിക്കുന്നവരും അല്ലാത്തവരുമായ എല്ലാ മുസ്ലിങ്ങൾക്കും അതിൻ്റെ ഗുണഫലം എത്തുന്നു. ഇത് ചൊല്ലിപ്പോരുന്ന സ്ഥലങ്ങളിൽ അതിയായി ഫലം കാണാൻ സാധിക്കും. ഇത് പതിവാക്കുന്നവൻ്റെ ഹൃദയത്തിൽ പുത്തനാശയക്കാരുടെ ആശയം പ്രവേശിക്കുകയില്ല. അദ്ദാദ് റാത്തീബ്
അപ്പോൾ ഇതാണ് അദാദ് റാത്തീബിൻ്റെ മഹത്വം. അപ്പോൾ അദാദ് റാത്തീബ് ആളുകളൊന്നും പള്ളിയിൽ അദാദ് തുടങ്ങുന്നതിന് മുമ്പ് ആരും അദാദ് കഴിയാനാണ് എല്ലാവരും കാക്കുന്നത്. കഴിഞ്ഞതിന് ശേഷം നിസ്കാരം തുടങ്ങുമ്പോൾ പള്ളിയിലെത്താം എന്നാണ് പുരുഷന്മാർ വിചാരിക്കുന്നത്. സ്ത്രീകളായാൽ കുറച്ച് പേരെ അദാദ് നിർവഹിക്കുന്ന ആളുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ അദാദിൻ്റെ പുണ്യം അത് വളരെ പുണ്യമാണ്. അദാദ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പള്ളിയിലെത്താൻ ശ്രമിക്കുക. അദാദ് കഴിഞ്ഞാലാണ് ഇശാ നമസ്കാരം തുടരുക. അല്ലെങ്കിൽ ഇശാ നിസ്കരിച്ചതിന് ശേഷം അദാദ് കഴിഞ്ഞതിന് ശേഷം പള്ളിയിൽ നിന്ന് നമ്മൾ പോകുക. കാരണം അത്രയും പുണ്യമുള്ള കാര്യമാണ്, സൽക്കർമ്മമാണ് അദാദ് റാത്തീബ്. അപ്പോൾ അതിന് നമ്മൾ തീർച്ചയായിട്ടും പങ്കെടുക്കണം. ഈമാനോട് കൂടിയുള്ള മരണം അത് അദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഈമാനോട് കൂടി അദ്ദേഹം മരിക്കുന്നു എന്നും അദാദ് പതിവാക്കുന്നവർ. കാരണം അതിൻ്റെ ഓരോ സിക്റുകളും അതിൻ്റെ ഇതും എല്ലാത്തിലും ഒരുപാട് ഫലമുള്ള ഒരു സിക്റാണ് നമ്മളൊക്കെ ചൊല്ലുന്നത്. അതുകൊണ്ട് ആരും അത് നിസ്സാരപ്പെടുത്തല്ലേ. അദാദ് റാത്തീബ് ദിവസവും ചൊല്ലാൻ ശ്രമിക്കുക. അല്ലാഹു തആല നമ്മൾക്ക് നല്ലത് കേൾക്കാനും നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.